Monastery. Sorry. Monastery. Modest. Yes. Get the mall. Look at that smile. ഇന്ത്യയിൽ അഭയം കൊടുത്തു തന്നെ ഇന്ത്യയുടെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വയം ജീവൻ തീ കൊളുത്തി മരിച്ച് പ്രതിഷേധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റേ? ഞാൻ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും താമസിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റിവ്യൂ ഒക്കെ പറയണം. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ടായിരുന്നു? അതെയോ? തണുത്ത അന്തരീക്ഷം അല്ലേ? വളരെ ശരിയാട്ടോ. കർണാടക ആയതുകൊണ്ട് നമ്മുടെ കൂർഗിന് ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് കൂർഗ് വരുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥ, നമുക്ക് തണുപ്പ്, അധികം തണുപ്പില്ല, നല്ലൊരു സ്വെറ്റി അല്ലാത്തൊരു കാലാവസ്ഥയാണ്, ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ഇവിടെ അക്കോമഡേഷൻ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പ്ലാനിൽ മൈസൂർ പാലസും പിന്നെ മടിക്കേരി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. മൈസൂർ പാലസിൻ്റെ വീഡിയോസ് നിങ്ങൾ ഇന്നലെ കണ്ടു കാണുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു സ്ഥലത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകേണ്ടത് മടിക്കേരിയാണ്. മടിക്കേരി, അപ്പോൾ മടിക്കേരിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. മടിക്കേരി എന്ന് പറഞ്ഞാൽ കൂർഗ്, മർക്കാര എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ മലയാളികൾ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കൺവീനിയൻ്റ് ആണ്, അടുത്താണ്. എൻ്റെ വീടിന് അധികം ദൂരമില്ല വന്ന് പോകാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വെക്കേഷനും തന്നെ വന്നാലും ഇവിടെ വരുന്നതാണ്. ഒരു കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഡാഡിക്കും ഒത്തിരി മടിക്കേരി, ഡാഡി ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ? ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലമാണിത്. അവരുടെ ഒരു ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വന്ന് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ മൈസൂർ കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ് ക്യൂ നിന്നുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വിദേശത്തുനിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാരവിടെ എത്തിയിരുന്നു. അത് വളരെ ഭംഗിയുള്ള ഒരു കൊട്ടാരമാണ്. വീണ്ടും വീണ്ടും കാണാൻ ഞങ്ങൾക്ക് താല്പര്യം വരുന്നത്. അതെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോഴും അതിൻ്റെ പെയിൻറ്റിങ് ഒന്നും നശിച്ചു പോയിട്ടില്ല. ആകെ എന്നെ സർപ്രൈസ് ചെയ്യിച്ച ഒറ്റൊരു കാര്യമേ ഉള്ളൂ. പണ്ട് ഞങ്ങൾ വരുമ്പോൾ അവിടെ കുറേ ആനയും അപ്പോൾ ഇവിടെ കുറച്ച് ഫാമിലീസും കപ്പിൾസും ഒക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് പോയി എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് അവിടെ കുറേ ആന, സിംഹം, അങ്ങനെ കാട്ടുപോത്തിൻ്റെയൊക്കെ ഇങ്ങനെ തലഭാഗം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഒറിജിനലായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അത് ഇപ്രാവശ്യം 1-2 കാണാൻ പറ്റുള്ളൂ. അവിടെ ഭയങ്കര ക്രൗഡായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വിഷ്വൽസ് അധികം എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതെന്നെ അത്ഭുതപ്പെടുത്തി. ആ വലിയ വലിയ ആനയും നമ്മുടെ ഈ ബൈസൺ, അത് നമ്മുടെ കാട്ടുപോത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. ആഫ്രിക്കയിൽ ബിഗ് 5 വൈൽഡ് ബഫല്ലോ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ബൈസൺ എന്ന് പറയുന്നത്, നമ്മുടെ കാട്ടുപോത്തെന്ന് പറയുന്നവൻ തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ അവൻ്റെ ഒരു മസ്കുലാരിറ്റിയും അവൻ്റെ ഒരു ഭംഗിയും, അവൻ നടക്കുന്നതൊക്കെ കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപടി ഉണ്ട്. എല്ലായിടത്തും മുത്തങ്ങാർ സൈഡിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റഫ് ചെയ്തത് ഹെഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റിയില്ല. അതാണ് ഒരു ചേഞ്ചസ് എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം മൈസൂർ പാലസിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. മാരിയൻ, ഗുഡ് മോർണിംഗ്. Good morning. Did you sleep well? Very well, thank you. Okay. But we got a very fancy lift here, na? It's a very nice lift here. Beautifully designed. Beautifully designed. And how was the 2-day stays? It was good. It was good, eh? And weather is amazing. Nice weather. Yeah. Kept on weather. Yes. Okay. അപ്പം ഞങ്ങൾക്ക് സർപ്രൈസിംഗ്ലി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലല്ല പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ വന്ന് റിസപ്ഷനിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? വാട്ട് യു ക്യാൻ സീ വെൻ യു ഓപ്പൺ അപ്പ് ദ റിസപ്ഷൻ. ഓക്കെ, നൈസ് ഓപ്പൺ വ്യൂ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഏകദേശം ഈ പ്രോപ്പർട്ടിയുടെ ഒരു ആംബിയൻസ് കാണിച്ചായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ കർണാടക ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉപ്പുമാവും ഇഡ്ലിയും അതൊക്കെ പുള്ളിക്കാരി മാരിയനും അതുമായിട്ട് യൂസ്ഡായി തുടങ്ങി ഓൾറെഡി. മോർണിംഗ് കുറേയും കൂടെയൊക്കെ ആദ്യം മസാല ദോശ മാത്രമായിരുന്നു. ഇപ്പോൾ ഇഡ്ഡലി അറിയാം, ദോശ അറിയാം, ആൻഡ് നാൻ അറിയാം, പൊറോട്ട അറിയാം. ഐ എം സെയിങ് യു ആർ ഗെറ്റിംഗ് യൂസ് ടു മോർ ആൻഡ് മോർ ഇന്ത്യൻ ഡിഷസ്. നമ്മുടെ എന്നാണ് ലോകത്ത് എവിടെ പോയാലും ഇന്ത്യൻ ഫുഡിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈവൻ യൂറോപ്യൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരിക്കലും പരിചയമില്ലാത്തൊരു ഏരിയയിൽ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിലും അവർ കംഫർട്ട് സോണായിട്ട്, സേഫ് സോണായിട്ട് ഇന്ത്യൻ ഫുഡിൽ എത്തിച്ചേരാറുണ്ട്. അതാണ് നമുക്ക്, അതുകൊണ്ട് ഈസിയാണ് നമുക്കൊരു ഫുഡ് എപ്പോഴും നമുക്കൊരു കൺവീനിയൻ്റ്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്.
ഓക്കെ യു സെറ്റ് റെഡി അടച്ചോ ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ അപ്പോൾ ബാഗൊക്കെ എടുത്ത് വെച്ചു ഓക്കെ ആണേ ഇന്നത്തെ ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ കർണാടകയിൽ ഈ സൈഡ് മൈസൂർ സൈഡ് വരുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ടിബറ്റൻ കോളനി കുശാൽ നഗറിന് അല്ലെ ബൈലക്കുപ്പ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര് ബൈലക്കുപ്പയാണ് ടിബറ്റൻസിന് ഇന്ത്യയിലുള്ള സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോളനി അല്ലെങ്കിൽ ധർമ്മശാലയാണ് നമുക്കറിയാം ദലൈലാമ ഇരിക്കുന്ന ധർമ്മശാലയിലാണ് നമുക്കറിയാം പക്ഷേ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോളനി എന്ന് പറയുന്നത് കർണാടകയിലെ ഈ കുശാൽ നഗറിലുള്ള ബൈലക്കുപ്പയിലുള്ള ഈ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറിയേക്കുവാണ് എന്നാണ് ഒത്തിരി ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മൊത്തത്തിൽ ഒത്തിരി ക്രൗഡ് വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേക്കും അതിൻ്റെ ഒരു എൻട്രൻസ് കയറി വരുവാണ് ഇവിടെയാണ് എല്ലാവരും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ ഓർക്കുവാണ് ഞാൻ എൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ ആദ്യകാലം തൊട്ട് അത് 2010 തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതേ ടിബറ്റൻ കമ്മ്യൂണിറ്റി എന്നുള്ള ടെൻസിങ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു അവൻ ഞങ്ങളുടെ സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ഒരു 8 വർഷത്തോളം വർക്ക് ചെയ്തു ഇപ്പോൾ US അവൻ റീലൊക്കേറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏകദേശം ഒരു 4 വർഷം മുമ്പായിരിക്കും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പം അവൻ ഇവിടെ ഉണ്ടായിരുന്നു ടെൻസിങ് ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ കൊണ്ട് അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും ഇതിലെ റൈഡ് കൊണ്ടുപോവുകയും ഇതിൻ്റെ അകത്തെല്ലാം കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തു അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് റിലീജിയസ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് അവരുടെ കമ്മ്യൂണിറ്റിയെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു സെൻറ്റർ പോയിൻ്റാണ് ഈ മൊണാസ്ട്രി അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഞാനോട് അപ്പോൾ ഞാൻ ഈ നിമിഷം അവനെ ഓർക്കുവാണ് അപ്പോൾ എൻ്റെ കൂടെ മാരിയനും സംഘവും എവിടെ പോയി ഒന്ന് പോയി നോക്കട്ടെ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് മറ്റേ എവിടെ എല്ലായിടത്തും കണ്ടതുപോലെ തന്നെ ക്രൗഡും തിരക്കുമാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് കണ്ടത് ഇതിൻ്റെ അകത്ത് അധികം പേര് അധികം സംസാരിക്കുന്നില്ല വളരെ ക്വയറ്റായിട്ട് അതുകൊണ്ട് ഞാനും അധികം സംസാരിക്കുന്നില്ല ഉള്ളിൽ വെച്ച് ഇവിടെ കണ്ട ഒരു പീസ്ഫുൾനെസ്സും അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒത്തിരി ജനങ്ങളുണ്ടെങ്കിലും എല്ലാവരും സൈലൻ്റായിട്ട് ഫോട്ടോ എടുക്കുന്നു എന്നല്ലാതെ ഒത്തിരി ഒച്ചയെ സംസാരിക്കുന്നത് ആരും കണ്ടില്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ബുദ്ധൻ്റെ പ്രതിമയും അതുപോലെ ബുദ്ധൻ്റെ കൈ പിടിച്ച രീതിയൊക്കെ മാരിയനും അതൊക്കെ കണ്ടപ്പോൾ അതുപോലെ ഒക്കെ അനുകരിക്കുകയും ഇവിടുത്തെ ഫോട്ടോസൊക്കെ ഒത്തിരി ഞങ്ങൾ എടുത്തു നല്ല കളർഫുള്ളായിട്ട് നമ്മൾ ഹിമാലയൻ റൈഡിലൊക്കെ പോകുമ്പോൾ പതാകയിലുണ്ടാകുന്ന കളറുകളുണ്ടല്ലോ അതുപോലെയുള്ള കളറുകളൊക്കെ ഉള്ള ഒത്തിരി ചിത്രപ്പണികളൊക്കെ കാണാൻ പറ്റും അങ്ങനെ നല്ല സൂപ്പർ ഗോൾഡൻ ടെമ്പിൾ എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഗോൾഡൻ പ്രതിമകളൊക്കെ കണ്ട് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ട് ഞങ്ങൾ നല്ല പുറത്തോട്ട് ഇറങ്ങി ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ തിബറ്റൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും എങ്ങനെയാണ് ഇന്ത്യയിൽ തിബറ്റൻ കമ്മ്യൂണിറ്റി വന്നതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തിബറ്റ് എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെ ഇപ്പോഴില്ല നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമാണ് ഇത്രയും യുണീക്കായിട്ടുള്ള കൾച്ചറും എല്ലാം ഉണ്ടായിട്ട് അവർക്കൊരു രാജ്യം പോലും ഇല്ലാത്ത അവസ്ഥ അന്നേരം 1950s നെഹ്റു അവർക്ക് നമ്മൾ ഇടം കൊടുത്തതാണ് ഇന്ത്യയിലെ ധർമ്മശാലയിലും കർണാടകയിൽ മൈസൂർ ഗവൺമെൻറ് അവർക്ക് ഈ ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോളനി അനുവദിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് അപ്പം ഇത് ഇന്ത്യയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോളനിയാണ് നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഒരു പീസ്നെസ് അവർ വളരെ ഞാനിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ചോദിക്കുമ്പോഴേക്കും അവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് വളരെ ഹമ്പിളായിട്ട് നിൽക്കും അവരുടെ ആ ഒരു നടത്തവും അവരുടെ ആ സംസാരവും ഒക്കെ ഭയങ്കര നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും ഹൗ ദേ ആർ കാം അത് പറയുമ്പോൾ തന്നെ ഇവരുടെ കോളിങ്ങിനെ കുറിച്ച് നമ്മൾ പറയണം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു 16,000 നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കുശാൽ നഗർ ഈ ഏരിയയിൽ അതുകൂടാതെ ഒരു 1000-ഓളം അടുത്ത് സന്യാസത്തിലേക്ക് വരുന്ന ആൾക്കാരുമുണ്ട് സന്യാസത്തിലേക്ക് വരുന്നവരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സന്യാസത്തിലേക്ക് വരുന്നവർക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും സന്യാസത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് വേറൊരു പ്രത്യേകത അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതൊരു കോളിംഗ് ആയിട്ട് എടുക്കുകയാണ് അവർ കല്യാണം കഴിക്കാറില്ല പക്ഷേ എനി ടൈം ദേ ക്യാൻ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ തന്നെ നേഴ്സിംഗ് പഠിച്ചതല്ല ജോലി ചെയ്യുന്ന ഒരു തിബറ്റൻ ഫ്രണ്ട് ഈ ഗ്രാമത്തിൽ നിന്നുള്ളൊരു ഫ്രണ്ട് എൻ്റെ കൂടെ കേപ്പ് ടൗണിലുണ്ടായിരുന്നു അവൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ദലൈലാമ ആഫ്റ്റർ 2017 ശേഷം ഇവിടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരിക ദലൈലാമ ആരാന്ന് നമുക്കറിയാം തിബറ്റൻ വിശ്വാസം അനുസരിച്ച് അവർക്ക് ദൈവതുല്യനായിട്ടുള്ള ആളാണ് ദലൈലാമ നോബൽ പ്രൈസ് വിന്നറാണ് ഇതൊക്കെ ഞാൻ പറയേണ്ട അല്ലാതെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് ഇവരിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇവിടെ ഒരുക്കങ്ങൾ സെക്യൂരിറ്റി അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട്
അതൊക്കെയാണ് തിബറ്റൻ കോളനി എന്നുള്ള വിശേഷങ്ങൾ. എന്നാണേലും ഇവിടെ ഈ സൈഡിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കൂർഗിൽ അല്ലെങ്കിൽ മർക്കാര എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വരേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു നിങ്ങൾ വന്ന് പോകുമ്പോൾ ഒരു റീഫ്രഷിങ് എഫക്റ്റ്, പിന്നെ ഇവിടുത്തെ വെതറും എല്ലാ രീതിയിലും നിങ്ങളെ ഒത്തിരി എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സ്ഥലമാണ്. അത് പറയുമ്പോൾ തന്നെ ഈ തിബറ്റൻ സമൂഹത്തോടും ദലൈലാമയെക്കുറിച്ചും എന്നെ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ന്യൂസാണ് ഇവരുടെ സന്യാസിമാർ അല്ലെങ്കിൽ തിബറ്റൻ ജനത അവരുടെ പ്രതിഷേധം, ചൈനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം ജീവൻ തീ കൊളുത്തി മരിച്ച് പ്രതിഷേധിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലയിടത്തും നമുക്ക് ആ ന്യൂസ് കേൾക്കാൻ പറ്റും. ഈയിടെയായിട്ട് അങ്ങനത്തെ ന്യൂസ് വളരെ കുറച്ചേ കേൾക്കുന്നുള്ളൂ. ദലൈലാമയുടെയൊക്കെ ഇടപെടൽ കൊണ്ടായിരിക്കാം. അത് ആ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട്. സ്വന്തം ജീവൻ സ്വന്തം നാട്ടിന് വേണ്ടി ഹോമിക്കാൻ തയ്യാറാവുന്ന ഒരു ജനതയുടെ കഥ. സ്വന്തം രാജ്യവും സംസ്കാരവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അവർക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തു തന്നെ ഇന്ത്യയുടെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ചൈനയായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ഇന്ത്യ ചെയ്തൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരുടെ കൾച്ചർ ഇപ്പോഴും ഇന്ന് നിലനിൽക്കുന്നു. പക്ഷേ ആ രാജ്യത്ത് നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവിടെയുള്ള റെസ്ട്രിക്ഷൻസും അവരുടെ കൾച്ചർ എങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് അവരുടെ ആ യുണീക്ക് കൾച്ചർ നിലനിർത്താൻ വേണ്ടി അവർ എത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊക്കെ യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് തിബറ്റൻ കോളനി. വരികയും ഇവിടെ വരുന്നത് ഒരു പീസ്ഫുൾ, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. Most of the time the boys is more and they get married? No, they can't. And the good thing about, if they decide to go back to the normal life, they can go any stage. Don't have to be stick with the same line. Maria, what's the tip you are giving to the foreign national who plan to visit India? Slipper or slides. Okay. Something you can wash every night. Okay, why? Because at most of the places, palaces or attractions, they require you to take your shoes off. Okay. So it's easier just to put your slip-ons back on and then wash it at night. Thank you for the valuable feedback. മാര്യം പറഞ്ഞത് കേട്ടല്ലോ, ശരിയാണ് കേട്ടോ. എനിക്കും തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ ഷൂസൊക്കെ ഇട്ടിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് എപ്പോഴും എടുക്കാനും പിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇത് അവരുടെ സുവനിയർ ഷോപ്പൊക്കെയാണ്. ഇതൊരു സെൽഫ് സസ്റ്റെയിൻ കമ്മ്യൂണിറ്റിയാണ്. അതായത് അവർക്ക് വേണ്ട ഡേ ടു ഡേ ലിവിങ്ങിനുള്ള ഏണിങ്സ് ഒക്കെ ഇവിടെ നിന്നൊക്കെ തന്നെ വരിക. പിന്നെ അവർക്ക് കുറേ ഓഫറിംഗ് ആയിട്ട് കിട്ടും. ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പഠന കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല ഇവർ ഒത്തിരി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് ഇവിടുത്തെ ജനറേഷനൊക്കെ സോളാർ പവേർഡാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പ് ഇവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ സെൽഫ് സസ്റ്റെയിൻ ആയിട്ട്, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട്, ക്രൈം ഫ്രീ ആയിട്ട് ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ ഇവരുടെ ഒരു വെൽവിഷർ അല്ലെങ്കിൽ ഇവരുടെ കമ്മ്യൂണിറ്റി എന്നും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. വെച്ചാൽ ഒരു യുണീക്കായൊരു കൾച്ചർ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് എന്തോ ഒരു ചലഞ്ചാണ്. ഞാൻ ഹിംബ ട്രൈബിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഹിംബയിലൊക്കെ എനിക്ക് പോയപ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പുരോഗമനം എത്താത്തത് കൊണ്ടാണ് ആ കൾച്ചർ അങ്ങനെ നിലനിന്ന് പോകുന്നത്. പക്ഷേ അതേസമയം ഇവിടെ ഇവരുടെ വളരെ ഇമ്പ്രസീവായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് എന്നാന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ലോകത്തിൻ്റെതായ ലൗകികമായ ലോകത്തിൻ്റെതായ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്നും മാറി വേറൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു ചലഞ്ച്, അതൊരു ഭയങ്കര ചലഞ്ച് തന്നെയാണ്. എനിവേ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇത് സ്വാഭാവികമായിട്ടും ഒത്തിരി ടൂറിസ്റ്റുകളും അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു ഇൻകം കൂടിയാണ്. അപ്പോൾ മാരിയനും അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയേക്കുവാണ്. വളരെ കാം ആൻഡ് പീസ്ഫുൾ. ഓൺലി തിങ് നമ്മൾ ഇന്ത്യ വരുമ്പോൾ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മുടെ ക്രൗഡ് ഇച്ചിരി കൂടുതലാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്, നമ്മൾ ക്രൗഡുമായിട്ട് ഇൻവോൾവ് ചെയ്ത് വളർന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പിന്നെ അമ്പലവും പെരുന്നാളും ഉത്സവങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഒച്ചയും ബഹളവും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ആവുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർ അത് അഡാപ്റ്റ് ചെയ്യണം. ഇപ്പോൾ അവൾക്ക് അറിയാം. അപ്പോൾ അവളും പറഞ്ഞു സോ ലൗഡ്, നൈസ് ആൻഡ് ലൗഡ് എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അതർവൈസ് എല്ലാം നമ്മൾ ഹാപ്പി ആയിട്ട് എന്താ പറയുക, ഇതെല്ലാം ഒരു യുണീക്ക് എക്സ്പീരിയൻസ്. അത് പിന്നെ പുള്ളിക്കാരിക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് എനിക്കും കുറേ കാര്യങ്ങൾ ഈസിയാണ്. ഇസ് ദാറ്റ് വേ? ഓക്കെ. Are you saying yes or no? I don't know which one I'm saying, but I'm saying maybe both. Are you praying? Or you praying? I think
You agreeing with him? Yes. Out at the mall, look at that smile. I'm going to buy one of that one. Eh? So cute, eh? Okay, Marian, that was a unique experience, na? Yes, it was. Okay, it's very calm and we had to spend a little more time and sit there and relax. Okay, പൊതുവെ മൊത്തത്തിൽ ഞങ്ങൾക്ക് കാണാൻ വരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾ നമ്മൾ ആഫ്റ്റർ കോവിഡ് ലോകത്ത് എല്ലായിടത്തും ഇന്ത്യൻസ് ഒത്തിരി ട്രാവൽ ചെയ്ത് തുടങ്ങി. അതുപോലെ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ആയിട്ടാണെങ്കിലും ഒത്തിരി അധികം ട്രാവൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിച്ചു. സ്കൂൾ ഹോളിഡേ ടൈം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമുക്കിതൊക്കെ ആയിരിക്കാം. ഫോറിൻ നാഷണൽസ് വരുന്നവരോട് I'm just making a suggestion. It's a good time to be here. Weather is nice in all over India, but same time if it's holiday season, It's very busy. you expected to be busy. And if you are not a very person that doesn't like crowd and overcrowded and things, then rather early morning. And do you have any other tips? And when it does get busy, make sure you've done the inside Yeah. of any building you visit. Okay. And then Yeah, there is like Taj Mahal. Everybody rushing into the inside, but there are nice silent corner places where you can go and sit and take pictures. So that's the one good advice actually. Finish the building in the morning Inside. section. Initial അത് ഫിനിഷ് ചെയ്യുക. പിന്നെ നമുക്ക് പറ്റിയ കോർണറൊക്കെ നല്ല ആരും കാണാത്ത ഒരു പീസ്ഫുൾ കോർണറിൽ പോയിരുന്ന് അതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് തരാനുള്ള ടിപ്സ്. അങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ പാർക്കിങ്ങിലേക്ക് എത്തി. നമ്മുടെ ജിംനി അവിടെ കിടപ്പുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ ഡെസ്റ്റിനേഷൻ.